എല്ലാവർക്കും നമസ്കാരം. സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഫെബ്രുവരി 13 വെള്ളിയാഴ്ച. ഈ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത നാളെ വാലന്റൈൻസ് ഡേ ആണെന്നുള്ളതാണ്. സാധാരണയായി ഇങ്ങനെ വരാറില്ല. ഇന്നത്തെ ദിവസം അത്ര സുഖകരമല്ലാത്തവർക്ക് വെള്ളിയാഴ്ച 13-ാം തീയതി ആയതുകൊണ്ടാണെന്ന് ആശ്വസിക്കാം. നാളെ എനിക്കും ഭാര്യ ജെയിനിനും ജോലിയുണ്ട്. എങ്കിലും അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവൾക്കായി ഞാൻ ഒരു കാർഡും വാങ്ങിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇന്ന് ഞാൻ ജോലിയിലായിരുന്നപ്പോൾ എൻ്റെ ഈ ലൈവ് സെഷനുകളിൽ നിങ്ങൾക്ക് പുതിയതായി എന്ത് നൽകാൻ കഴിയും എന്ന് ചിന്തിച്ചു. അങ്ങനെ ഞാൻ ഗൂഗിളിൽ തിരഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു: വിജയികളായ മനുഷ്യരുടെ പക്കലുള്ള ഒന്നാമത്തെ ഗുണം എന്താണ്? നമുക്കെല്ലാവർക്കും വിജയിക്കാൻ ആഗ്രഹമുണ്ട്. അത് പണത്തിൻ്റെ കാര്യത്തിലായാലും അംഗീകാരത്തിൻ്റെ കാര്യത്തിലായാലും. ലോകത്തിലെ 1% വരുന്ന ആ വലിയ വിജയികൾക്ക് മാത്രമുള്ള ആ പ്രത്യേകത എന്താണ്? എനിക്ക് ലഭിച്ച ഉത്തരം അചഞ്ചലമായ അതിജീവനശേഷി എന്നതായിരുന്നു. ബുദ്ധിയേക്കാളും കഴിവിനേക്കാളും ഉപരിയായി വിജയത്തിന് അത്യാവശ്യം ഈ ഗുണമാണെന്ന് പറയപ്പെടുന്നു. എന്താണ് ഈ അതിജീവനശേഷി? പ്രതിസന്ധികളിൽ നിന്ന് വേഗത്തിൽ കരകയറാനും തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ മടുക്കാതെ മുന്നോട്ട് പോകാനുമുള്ള കഴിവാണിത്. വിജയികൾ തടസ്സങ്ങളെ പിന്തിരിയാനുള്ള കാരണമായി കാണുന്നില്ല, മറിച്ച് അതൊരു വെല്ലുവിളിയായി കണ്ട് അതിനെ മറികടക്കുന്നു. നമ്മുടെ CEO ആഷ് മുഫാരെയെ നോക്കൂ. അദ്ദേഹം പിന്മാറിയിട്ടില്ല. വിമർശനങ്ങൾക്കും ബഹളങ്ങൾക്കും ഇടയിലും അദ്ദേഹം നമുക്കെല്ലാവർക്കും വേണ്ടി ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ്. ഇതാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. വിജയികൾ പരാജയങ്ങളെ ഒരു അവസാനമായി കാണുന്നില്ല, പകരം അതൊരു പാഠമായി കാണുന്നു. ഇലോൺ മസ്കിനെ നോക്കൂ. സ്പേസ് എക്സ് റോക്കറ്റുകളുടെ കാര്യത്തിൽ എത്ര തിരിച്ചടികളാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അദ്ദേഹം പിന്മാറിയോ? ഇല്ല. ഓരോ പരാജയത്തിൽ നിന്നും പഠിച്ച് അദ്ദേഹം അത് തിരുത്തി മുന്നേറി. സമ്മർദ്ദമുണ്ടാകുമ്പോൾ പലരും തകർന്നു പോകും. എന്നാൽ അചഞ്ചലമായ അതിജീവനശേഷിയുള്ളവർ പരിഭ്രാന്തരാകില്ല. അവർ വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ശാന്തമായി കാര്യങ്ങളെ നേരിടുന്നു. നിലവിൽ പലതരത്തിലുള്ള നെഗറ്റീവ് വാർത്തകളും ബഹളങ്ങളും നടക്കുന്നുണ്ട്. ബിസിനസ് എങ്ങനെ പോകണമെന്ന് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകാം. എന്നാൽ ഇത് കെട്ടിപ്പടുക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിൽ മുന്നോട്ടു പോകുന്നു. നമ്മൾ ചെയ്യേണ്ടത് അല്പം ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ്. സ്ഥിരതയില്ലാതെ ഓരോ കാര്യങ്ങളിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിപ്പോകുന്നവർ വിജയിക്കില്ല, മറിച്ച് പ്രതിസന്ധികളിൽ ഉറച്ചുനിന്ന് പോരാടുന്നവരാണ് വിജയിക്കുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഗൂഗിളിൽ ഒന്ന് തിരഞ്ഞു നോക്കൂ. അചഞ്ചലമായ അതിജീവനശേഷിയാണ് വിജയത്തിൻ്റെ താക്കോൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്നത്തേക്ക് ഇത്രമാത്രം. ഈ ആഴ്ചയിലെ ലൈവ് സെഷനുകൾ ഇവിടെ അവസാനിക്കുന്നു. ഇനി തിങ്കളാഴ്ച കാണാം. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സമയം മാറ്റിവെക്കുക. എല്ലാവർക്കും നല്ലൊരു വാരാന്ത്യം ആശംസിക്കുന്നു. തിങ്കളാഴ്ച കാണാം. നന്ദി.